ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് എടുത്ത നമ്മുടെ M5 കേട്ടോ. അപ്പം എല്ലാവർക്കും എഴുതാനുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ എനിക്കിത് സ്റ്റോക്ക് കണ്ടീഷനാണ്. എന്നാലും വണ്ടി നൈസ് വണ്ടി കേട്ടോ. വണ്ടി എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പം ഈ വണ്ടിക്കകത്ത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന വീലൊന്ന് സ്പേസർ ഇട്ടു. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ന്യൂലി രജിസ്റ്റേർഡ് എന്നാണ്. അതിപ്പം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനാണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് പണിയെടുക്കാതെ ഗൈസ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, മറ്റേത് കിട്ടിയില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ വണ്ടി ചേഞ്ച് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഒരു സ്പോയിലർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പം നമുക്കിതൊക്കെ കിട്ടുന്നൊരു ആക്സസറി BMW ഷോപ്പുണ്ട്. അപ്പം അങ്ങോട്ടേക്കൊന്ന് പോയേക്കാം. അപ്പം വണ്ടി ഇതൊക്കെ കിട്ടുന്നൊരു ആക്സസറി ഷോപ്പിന് വണ്ടിയുടെ ഇൻറ്റീരിയർ മാറ്റമൊന്നും വരുത്തുന്നൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഗൈസ്. വണ്ടിയുടെ പവറൊന്നും ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല പവറൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വലിയ മാറ്റം വരുത്താനില്ല, അത് എല്ലാം സെറ്റപ്പാണ്. ഇത് ഏറ്റവും പുതിയ എഡിഷനാണ്. പക്ഷെ എനിക്ക് മറ്റേ ടൈപ്പ് ലൈറ്റ് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അയ്യോ, ആ ഗ്യാരേജ് നമുക്ക് കഴിഞ്ഞ പുല്ലിൻ്റെ ഇടയിൽ കൂടെ എടുക്കാം. ഇതിൻ്റെ വണ്ടൊക്കെയാണ് നമ്മുടെ BMW ഗ്യാരേജ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കിടക്കുന്ന കടയാണ്. അപ്പോൾ കുറച്ച് പെണ്ണെല്ലാം വാങ്ങിക്കാം. ഫ്രണ്ട് വന്നിട്ട് അവള് താകൃതാളം കളിക്കുകയാണ്. അപ്പം കാർ സർവീസ് ഏരിയ വേണം. അങ്ങനെന്തോ പ്രൊജക്ടർ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ആ സാധനം നമ്മളിവിടെ പോയിട്ട് അവൻ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും ഒരു സ്ലോട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടോളാനാണ്. അപ്പം പറഞ്ഞു വണ്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് അടുത്ത ദിവസം അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെക്കാനാണ് തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെക്കാം. ഇവിടെ വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. M5 ആണ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് പണിഞ്ഞിറക്കാൻ പോവാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ എല്ലായിരിക്കും കുറച്ച് ചെയ്യുമ്പോൾ. നമുക്ക് എന്തായാലും ഇറങ്ങിയേക്കാം. വണ്ടി ചെറുതായിട്ടൊരു ലിഫ്റ്റ് മൊത്തത്തിൽ തന്നല്ലോ. അപ്പോൾ ലിഫ്റ്റ് ഡൗൺ ഒരു ചെറിയ പ്രശ്നം പറ്റി. അയ്യോ, നമ്മൾ പാർക്ക് ചെയ്തേ. അപ്പം ഞാൻ റെഡിയാക്കി. അപ്പോൾ അത് ലിഫ്റ്റിനും ഒരു പ്രശ്നം, പിന്നെ നമ്മളെ വണ്ടി ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചേഞ്ച്ഡ് വണ്ടിയായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെ അപ്പം അവനോട് നമുക്കൊന്ന് അപ്പം അവൻ വന്ന് വണ്ടി എടുത്തോളം. ഇപ്പം ഇന്നിപ്പോൾ ഗ്യാരേജ് അടയ്ക്കാനായതുകൊണ്ട് അവൻ വരാത്ത. ഇതൊക്കെ വെച്ചിട്ട് ഗ്യാരേജ് അടച്ചിട്ട് പൊക്കളാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനിപ്പോൾ ടാക്സിയൊക്കെ പിടിക്കണം. അപ്പോൾ അവൻ പറഞ്ഞ 2 ദിവസം കഴിഞ്ഞ് വരാനാണ്. പിന്നെ എന്തായാലും നമുക്ക് 2 ദിവസം കഴിഞ്ഞ്. അപ്പം ഗായ്സ്, നമ്മളെന്തായാലും വണ്ടി അവൻ്റെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യാനാണ്. ലൊക്കേഷൻ തന്നെ ഇവിടെ ആണ്. അപ്പം നമ്മൾ കുറേ വീട് തപ്പി. അപ്പോൾ ടാക്സിക്ക് അവിടെ നിന്ന് അവിടം വരെ കയറി വരുള്ളൂ. അതായത് അവിടെ നിന്ന് ഞാൻ നടന്നാണ് ഇങ്ങോട്ട് കയറുന്നു. ഓക്കെ, അവൻ പറഞ്ഞ് നമ്മൾ വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ വണ്ടി തന്നെ ഓണമെന്നാണ്. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മോനെ ഗൈസ്, ഇതെങ്ങനെ ഇതെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യും. എനിക്കെന്തായാലും നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എൻ്റെ വീലിൽ സ്പേസർ ഒക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ അവൻ്റെ ബ്രേക്ക് ലൈറ്റ് മാറ്റി. പിന്നെ ഇവിടെ സ്റ്റിക്കർ അടിച്ചു. വണ്ടിയുടെ കളർ ടോട്ടലി ചേഞ്ച്. ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. എൻ്റെ അവനെ ഹെഡ്ലൈറ്റ് ഫ്രണ്ടിൽ ലൈറ്റ് ബമ്പർ മാറി. വണ്ടിക്ക് പുതിയ നമ്പർ പ്ലേറ്റ് ഉണ്ട്, അത് നേരത്തെ അല്ലാതെ. ഒക്കെ ഇതൊന്നും നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി പോലും വന്നില്ല. നമ്മളിവിടെ കയറിയപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചത് ബ്രേക്ക് നൈസ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഹെഡ്ലൈറ്റ്, എൻ്റെ അമ്മോനെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് LED നമ്മൾ പ്രൊജക്റ്റഡ് ആക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മ, ഇത് നൈസ് പവറുള്ള ലൈറ്റാണ്. നമുക്ക് വണ്ടി ഒന്ന് എടുക്കാം. അപ്പോൾ പിന്നെ വണ്ടി നമ്മൾ ലെവൽ
10 ECU ട്യൂണിങ്ങും ചെയ്തിട്ടുണ്ട്. അവൻ്റെ എല്ലാ ഷോപ്പുണ്ട്. അപ്പം ഓക്കെ, നമുക്ക് എടുത്തേക്കാം വണ്ടി. അപ്പോൾ അല്ലേ വേണ്ടേ, നമുക്ക് വന്ന വഴി പോകുന്നതായിരിക്കും എളുപ്പം. പിന്നെ വണ്ടി ചെടിയുണ്ട്. ഈ കിറ്റൊക്കെ ഇച്ചിരി ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന കിറ്റാണ്. അതായത് ഇത് ഈ വണ്ടിയുടെ ഇത് കണ്ടപ്പോഴേ ഇവർ ലോഞ്ച് ചെയ്ത കിറ്റാണ്. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി പൊടിയൊക്കെ പിടിച്ച് അവൻ്റെ ഷോറൂമിൽ കിടന്നൊരു കിറ്റാണ്. ഓ നൈസ്, പവറുണ്ട്. ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്, പക്ഷെ ഗോഡൗണിൽ കിടന്ന് ഇച്ചിരി പൊടിയും ചെടിയൊക്കെ ഉണ്ട്. പിന്നെ അവൻ ഇങ്ങോട്ട് വന്നപ്പം ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തായിരുന്നു, ഒന്ന് ഡ്രിഫ്റ്റ് അടിച്ചായിരുന്നു. അപ്പം അതിൻ്റെയാണ് ചെടി മണ്ണിലിട്ടാണ്. അപ്പം നമുക്ക് കഴുകാമെന്നുള്ളൂ ഇവിടുന്ന് പോകാം. അപ്പം അവൻ്റെ ഈ ഒരു റോഡ് നല്ല രസമുള്ള റോഡാണ്, അടിപൊളി സ്ഥലം. ഇവിടെ ഒന്നും കഴുകാൻ പറ്റത്തില്ല വണ്ടി, നമുക്കൊന്ന് കത്തിച്ച് വിടാം. ലെവൽ 10 ECU ട്യൂണിങ് ചെയ്തപ്പോൾ വണ്ടിക്ക് അതിൻ്റെ പവറുണ്ട് കേട്ടോ, വെള്ളമുണ്ട്. എനിക്ക് 200 രൂപയ്ക്ക് ഇത്ര പൊട്ട്. ചടി 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 ചടി. ചവിട്ടിയോണ്ട് നന്നായി, ചവിട്ടിയോണ്ട് നന്നായി. നിക്ക് ഗൈസ്, നമ്മളെ എടുത്തപ്പോൾ തന്നെ പണി കിട്ടി. എന്തെങ്കിലും പറ്റി ചെറുതായിട്ട് ഫ്രണ്ടൊന്ന് ചളങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലൈറ്റിനൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ നല്ല വിലയുള്ള ലൈറ്റാണ്. അതിനൊക്കെ എന്തെങ്കിലും പറ്റിക്കുന്നു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണണം. എൻ്റെ പൊന്നു, അത്യാവശ്യം നല്ല രീതിയിൽ ചളങ്ങിയിട്ടുണ്ട്. ലൈറ്റിന് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. നമുക്കെന്നാ വണ്ടിയൊക്കെ എടുത്തേക്കാം. നേരെ എന്തായാലും വണ്ടി കഴുകാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്, ഇതൊരു കുഴപ്പമില്ല. ഇത് ചെറുതായിട്ടൊന്ന് അടിച്ച് നിർത്തിയെടുത്താൽ, അല്ലെങ്കിൽ ഇവൻ്റെ ഗ്യാരേജിൽ തന്നെ കൊണ്ടുപോയാൽ മതി. ഇവിടെ പുതിയ ബമ്പറുണ്ട്, ബമ്പറങ്ങ് മാറിയേക്കാം. ബമ്പറങ്ങ് മാറിയേക്കാം, വഴിയില്ല, പൈസ കൊടുക്കും അല്ലേ വേണ്ട. ഇവിടെ അവൻ്റെ തന്നെ വേറൊരു ഇൻഡസ്ട്രി ആണ് കേട്ടോ ഇത്. ഇവിടെ വണ്ടി കഴുകാനും പറ്റും. അപ്പോൾ ഇവിടെ വണ്ടി കഴുകാനും പറ്റും. ദിവസം മര്യാദയ്ക്കാണ്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്ന് തന്നെ പുള്ളിക്കാരൻ ബമ്പർ മാറിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ടോട്ടലി നൈസ് ഒരു വണ്ടിയൊക്കെ ആയി. അപ്പം നമുക്ക് ഈ വണ്ടി കഴുകിയിട്ട് ഇതിൻ്റെ ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ മോനെ, വണ്ടി എന്ന് പറയുമ്പോൾ അത് പ്രശ്നം. നല്ല ഹൈറ്റുള്ള ബിൽഡിങ്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ബിൽഡിങ്ങിന്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.